ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾക്കിന്ന് നല്ല നോർത്ത് ഇന്ത്യൻ ഒരു ആലു മട്ടർ ഉണ്ടാക്കുക. അതിനായിട്ട് ഒരു 50 ml എണ്ണ ചൂടാക്കുക. ക്യുമിൻ സീഡ് 1 ഗ്രാം. കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇട്ടതിന് ശേഷം 1.5 സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് സവോള ഇടുക. നല്ലപോലെ സോട്ട് ചെയ്യുക. നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ സോട്ട് ചെയ്യുക. അതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സവോള വഴറ്റിനനുസരിച്ച് 2 ഗ്രീൻ ചില്ലി റഫ്ലി കട്ട് ചെയ്തിടുക. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലപോലെ വഴറ്റുക. നമ്മുടെ സവോളയുടെ കളർ ഏകദേശം മാറണം. അതുപോലെ പച്ചമണം പോകണം. പോയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇതെല്ലാം ഇട്ട് നല്ലപോലെ നമ്മുടെ മസാലയുടെ മണം പോകുന്നവരൊന്നും നല്ലപോലെ വഴറ്റുക. വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് നമ്മുടെ മസാല കുക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. നല്ലപോലെ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം 3 പൊട്ടറ്റോ പീൽ ചെയ്തതിന് ശേഷം ഡേയ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 3 പൊട്ടറ്റോ ഇട്ട് ഇതിൻ്റെ കൂടെ വഴറ്റുക. പിന്നെ നമ്മളിതിന് ഓയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നില്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക, അല്ലെന്ന് പറഞ്ഞാൽ സോയാബീൻ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സർസോം ഓയിൽ ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക. അതിന് ശേഷം 1/2 കപ്പ് നമ്മുടെ ഗാർഡൻ പീസ്, ഫ്രോസൺ ഗാർഡൻ പീസാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. ഗാർഡൻ പീസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം വെള്ളം, അടുത്തത് നമുക്ക് വെള്ളമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. അതിന് മുന്നായിട്ട് 1 ടൊമാറ്റോ ഡേയ്സ് ചെയ്തിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം 2 ഗ്ലാസ്, കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പിട്ട് അടച്ചതിന് ശേഷം 2 വിസിൽ വരുന്നവരെ വേവിക്കുക. 2 വിസിൽ വരുന്നതിന് ശേഷം നിർത്തുക. ഗ്യാസ് എല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലൂടെ കുറച്ച് ചോപ്പ് കൊറിയാണ്ടർ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചോപ്പ് കൊറിയാണ്ടർ മുകളിലൂടെ ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇത് നമ്മുടെ ചപ്പാത്തി കൂടെ, പുലാവ്, നാൻ, റൊട്ടി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല തിന്നായിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് സിമ്പിളായിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.